ഇന്നലെ ഉച്ചകഴിഞ്ഞ് അഹമ്മദാബാദിലുണ്ടായ ആകാശ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് രാജ്യം മുക്തമായിട്ടില്ല. 265 പേരാണ് അപകടത്തിൽ ആകെ മരിച്ചത്. 241 യാത്രക്കാരും ബാക്കി പ്രദേശവാസികളും. മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അപകട സ്ഥലത്ത് സന്ദർശിക്കും. ഉദ്യോഗസ്ഥ സംഘം ഇന്നും പരിശോധന തുടരും. KP അഭിലാഷാണ് നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. KP, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും സുരക്ഷിതം എന്ന് കരുതുന്ന ബോയിങ് ഡ്രീം ലൈനറാണ് അപകടത്തിൽപ്പെട്ടത്. എങ്ങനെ ഇത്ര വലിയൊരു ആകാശ ദുരന്തം സംഭവിച്ചു? പറന്നുയർന്ന് 30 സെക്കൻഡിനുള്ളിൽ ഒരു തീഗോളമായി ആ സുരക്ഷിതമെന്ന് കരുതുന്ന വിമാനം എങ്ങനെ തകർന്നടിഞ്ഞു എന്നുള്ള വലിയ ചോദ്യം അവശേഷിക്കുകയാണ്. ഇരട്ട എഞ്ചിനുള്ള വിമാനം, ആ 2 എഞ്ചിനും ഒരേ സമയം തകരാറിലായോ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. പലതരത്തിലുള്ള അനുമാനങ്ങൾ, നിഗമനങ്ങളൊക്കെ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് ഇപ്പോഴും എത്താൻ സാധിച്ചിട്ടില്ല. ഇന്നത്തെ ഒരു ദിനം എന്ന് പറയുന്നത് ആ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അന്വേഷണമായിരിക്കും. വിദഗ്ധ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്, അധികൃതരെ സംബന്ധിച്ച്. ഏറ്റവും ഒടുവിലായി നമുക്ക് അഹമ്മദാബാദിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിലേക്ക് തന്നെ ആദ്യം കടക്കണം. അതോടൊപ്പം തന്നെ ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം അത് ഏത് തരത്തിൽ മുന്നോട്ട് പോവുകയാണ്, പ്രാഥമികമായ വിലയിരുത്തലുകൾ ഏതൊക്കെ തരത്തിൽ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് എന്നതിനെക്കുറിച്ച്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നത് വിദഗ്ധമായ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. പക്ഷേ ഈ വ്യോമയാന മേഖലകളിൽ ഉള്ള എക്സ്പെർട്ടുകൾ പറയുന്നത് അനുസരിച്ച് ഈ വ്യോമ അപകടങ്ങളിൽ ഏതാണ്ട് 35% അപകടങ്ങളും ഉണ്ടാകുന്നത് ടേക്ക് ഓഫിലെ പിഴവുകൾ കൊണ്ടാണ് എന്നതാണ് ഇതുവരെയുള്ള കണക്കുകൾ. ആര്യ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകണമെങ്കിൽ അതിന് ഡേറ്റ റെക്കോർഡർ പരിശോധിക്കേണ്ടതുണ്ട്, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ രാകേഷ് റിപ്പോർട്ട് ചെയ്തതുപോലെയുള്ള ബ്ലാക്ക് ബോക്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവയെല്ലാം തന്നെ ശേഖരിച്ചു കഴിഞ്ഞാൽ മാത്രമേ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് വിദഗ്ധമായി തന്നെ വിലയിരുത്താനും പരിശോധിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിപ്പെടാനും ഈ അന്വേഷണ സംഘത്തിന് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് അപകടത്തിന് പല കാരണങ്ങൾ ഉണ്ട്. അതിൽ തന്നെ ആര് സൂചിപ്പിച്ചു കഴിഞ്ഞു, ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ യാത്രാ വിമാനങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇരട്ട എഞ്ചിനുകൾ ഉള്ള വിമാനം ആണ്. ഏറ്റവും കൂടുതൽ ആളുകളെ, അതായത് സഞ്ചാരികളെ വഹിക്കാൻ ശേഷിയുള്ള കാറ്റഗറിയിൽപ്പെട്ട വിമാനമാണ്. മാത്രവുമല്ല നിലവിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നത് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയൊരു വിമാനം ആണ് അപകടത്തിൽപ്പെട്ടത്. ആ അപകടം എന്നത് ഒരു പക്ഷേ യന്ത്ര തകരാറുകൾ കൊണ്ട് അല്ലെങ്കിൽ സാങ്കേതിക പിഴവുകൾ കൊണ്ട് തന്നെ ആകാം സംഭവിച്ചിട്ടുള്ളത്. അതല്ല എങ്കിൽ മനുഷ്യത്വപരമായ പിഴവുകളും പലപ്പോഴായി വിമാന അപകടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അക്കാര്യമാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അതായത് ടേക്ക് ഓഫ് സമയം എന്നത് ഒരു വിമാന യാത്രയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാകുന്ന സമയമാണ്. സാധാരണ നമുക്കറിയാം ഏതൊരു ഫ്ലൈറ്റും പറന്ന് ഉയരുന്നതിന് മുമ്പ് ടെക്നിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കാറുണ്ട്. അതായത് സാങ്കേതികമായ പ്രവർത്തനങ്ങൾ എല്ലാം കാര്യക്ഷമമാണോ, വിമാനത്തിന് എന്തെങ്കിലും തകരാറുകളുണ്ടോ, എന്തെങ്കിലും പിഴവുകൾ ഉണ്ടോ എന്നത് പരിശോധിക്കുന്നതാണ് ടെക്നീഷ്യന്മാർ. അതിനുശേഷം മാത്രമേ ഏതൊരു ഫ്ലൈറ്റും ടേക്ക് ഓഫിന് തയ്യാറാവുകയുള്ളൂ. ഇന്ധനക്ഷമതയടക്കം പൂർണ്ണമായും പരിശോധിക്കും. എന്നാൽ ഈ ടേക്ക് ഓഫ് ആരംഭിക്കുന്ന ഘട്ടം എന്നത് ഒരു പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്നത് ഏറ്റവും പ്രധാനമാകുന്നത് ടേക്ക് ഓഫ് സമയത്താണ്. കാരണം റൺവേയിൽ നിന്ന് ഒരു നിശ്ചിത വേഗത്തിലേക്ക് വിമാനം എത്തിയതിന് ശേഷം ആണ് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത്. ആ സമയത്ത് ഈ വിമാനത്തിൻ്റെ സാങ്കേതിക സംവിധാനങ്ങൾ ഒരേ സമയം പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. ആ സാങ്കേതിക സംവിധാനങ്ങളിൽ ചെറിയ പിഴവുകൾ ഉണ്ടായാൽ പോലും അത് നിയന്ത്രിക്കുക എന്നത് ഒരു പൈലറ്റിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാകുന്ന ഒന്നാണ്. അവിടെയാണ് എക്സ്പീരിയൻസ് എന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഘട്ടത്തിൽ അനുഭവപ്പെടാറുണ്ട്. വളരെ കൃത്യമായി റൺവേയിൽ നിന്ന് പറന്നുയരാൻ സാധിക്കാതിരിക്കുക. നമുക്കറിയാം പല വിമാന അപകടങ്ങളും പരിശോധിച്ചാൽ റൺവേയിൽ തന്നെ വിമാനങ്ങൾ തെന്നിമാറി അപകടം ഉണ്ടാകുന്നത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ റൺവേയിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ, ആ പിഴവുകൾ എന്നത് നമുക്കറിയാമല്ലോ ആര്യ, ഇതൊക്കെ ഒരു നിമിഷത്തിൽ
സംഭവിക്കുന്ന കാര്യങ്ങൾ ആണ്. ആ നിമിഷത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ആണ് വലിയ അപകടങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന ഈ ഇൻപുട്ടുകൾ, അതായത് ഈ മേഖലയിലുള്ള വിദഗ്ധർ പറയുന്നതനുസരിച്ച് അത്തരം ചില പിഴവുകൾ കൂടി സംഭവിച്ചിട്ടുണ്ടാകാം. അത് സ്ഥിരീകരിക്കാവുന്നവയല്ല. കാരണം ഈ ഇന്ധനത്തിൻ്റെ മർദ്ദത്തിൽ അടക്കം വരുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ധനക്ഷമതയോടുകൂടിയാണ് ഈ വിമാനം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറക്കുന്ന വിമാനമാണ്. യാത്ര ആരംഭിച്ച സമയമാണ്. അതുകൊണ്ട് തന്നെ ഫ്യുവൽ കപ്പാസിറ്റി എന്നത് ഏറ്റവും കൂടുതൽ ആയിരുന്ന സമയം ആണ്. അതുകൊണ്ട് ഈ അന്തരീക്ഷത്തിലേക്ക് പറന്നുയരുന്ന സമയത്ത് ഒരു പക്ഷേ ഇന്ധനത്തിൻ്റെ മർദ്ദത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. ഈ മർദ്ദം എന്നത് വിമാനത്തിൻ്റെ ബാലൻസിങ്ങിനെ ബാധിക്കുന്ന ഒന്നാണ്. ആ ബാലൻസിങ്ങിനെ നിയന്ത്രിക്കുന്നതിനുള്ള ടെക്നിക്കൽ സംവിധാനങ്ങൾ വിമാനത്തിൽ ഉണ്ട്. പക്ഷേ അവിടെ പിഴവുകൾ ഉണ്ടായാൽ ആ പിഴവുകളെ കൈകാര്യം ചെയ്യുക എന്നതാണ് പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു പക്ഷേ വിമാനാപകടത്തിന് കാരണം പക്ഷി ഇടിച്ചതാകാം എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന ഒന്നല്ല. അങ്ങനെ ടേക്ക് ഓഫിൻ്റെ സമയത്ത് തന്നെ ഏതെങ്കിലും പക്ഷി ഈ വിമാനത്തിൽ ഇടിച്ച് ആ നിയന്ത്രണം വിട്ടുപോകുന്ന അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്നതിൽ പൈലറ്റ് പരാജയപ്പെട്ടതാണോ എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ആംഗിൾ നിശ്ചയിക്കുന്നതിൽ ഉണ്ടാകുന്ന പിഴവുകൾ ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വലിയൊരു യാത്രാ വിമാനം ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ വഹിക്കാൻ ശേഷിയുള്ള കാറ്റഗറിയിൽപ്പെട്ട ഒരു വിമാനമാണ്. ഈ റൺവേയിൽ നിന്ന് സാധാരണ ഉയർന്നു പൊങ്ങിയതിന് ശേഷം ആകാശപാതയിലേക്കാണ് വിമാനങ്ങൾ കടക്കുക. അതായത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ റൂട്ട് ചെയ്യപ്പെട്ട ആകാശപാതകൾ ഉണ്ട്. ഈ ആകാശപാതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൃത്യമായ ആംഗിളിൽ തന്നെ ആയിരിക്കണം വിമാനം പറന്ന് ഉയരേണ്ടത്. ഈ ആംഗിളിൽ ചിലപ്പോൾ പിഴവുകൾ സംഭവിക്കാറുണ്ട്. അത് പിന്നീട് ബാലൻസ് ചെയ്യാറുണ്ട് പൈലറ്റുമാർ. പക്ഷേ ആ സമയത്ത് വലിയ പിഴവാണ് സംഭവിക്കുന്നതെങ്കിൽ പിന്നീട് പലപ്പോഴും വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ട്. അവിടെയാണ് ഈ മെയ്ഡേ അലർട്ട് വന്നിരുന്നു. അതായത് വിമാനം ഒരു വലിയ അപകടത്തിലേക്ക് എന്ന നിർദ്ദേശം വിമാനത്താവളത്തിലേക്ക് വിമാനത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. പക്ഷേ ആ നിമിഷം തന്നെ വിമാനം തകരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വിമാനം അപകടത്തിൽപ്പെടുന്നു എന്നത് തീർച്ചയായും പൈലറ്റിനും സഹ പൈലറ്റിനുമൊക്കെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നു എന്നതിൽ തർക്കമില്ല. പക്ഷേ അതെങ്ങനെ എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. മറ്റൊരു അപകട നമുക്കറിയാം മെയ്ഡേ സന്ദേശം വന്നത് ത്രസ്റ്റ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്, പറന്നുയരാനുള്ള ശേഷി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ശേഷി, ആ എനർജി ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ അധികൃതർക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്, അതിനൊരു കാരണം എന്താണ് എന്നത് വിദഗ്ധർക്ക് അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താൻ കഴിയുന്നില്ലേ ഈ ഘട്ടത്തിൽ? ആര്യ, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അത് ഫൈനലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതാണ് അപകട കാരണം എന്നതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആര്യ പറഞ്ഞത് തന്നെയാണ്. ത്രസ്റ്റ് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ ഈ വിമാനം അപകടത്തിൽപ്പെട്ടു. സാധാരണ നിലയിൽ ഈ പൈലറ്റിൽ നിന്ന് അല്ലെങ്കിൽ സഹ പൈലറ്റിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ഈ വിമാനം നിയന്ത്രണം നഷ്ടപ്പെടുകയോ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത മുന്നിൽ കാണുകയോ ചെയ്യുമ്പോൾ കൂടുതൽ മെസ്സേജുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിനുള്ള ഒരു ടൈം ഉണ്ടായില്ല എന്നതാണ്. അതായത് ഏറ്റവും സങ്കീർണമായ അവസ്ഥയിലൂടെ വിമാനം കടന്നു പോകുമ്പോഴാണ് മീഡിയ അലർട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഒരു അലർട്ട് വന്ന നിമിഷം തന്നെ ഇത് അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത്, ഈ പറയുന്നത് പോലെ വിമാനത്തിന് കൃത്യമായി കുതിച്ചുയരാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ തന്നെ ഈ സൂചിപ്പിക്കുന്ന 2 ഡബിൾ എഞ്ചിനുകൾ ഉള്ള വിമാനം ആണ്. അവിടെ ഒരു എഞ്ചിന് സാങ്കേതിക തകരാറുണ്ടായാൽ പോലും അത് അടുത്ത എഞ്ചിനിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഒരു എഞ്ചിൻ ഫെയിലിയർ ആയാൽ പോലും അങ്ങനെ ഒരു അപകടം ഉണ്ടാകേണ്ടതല്ല. അവിടെയാണ് ഈ സൂചിപ്പിക്കുന്നത് പോലെ കാലാവസ്ഥയിലടക്കം ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ, നമുക്കറിയാം അന്തരീക്ഷത്തിൻ്റെ സമ്മർദ്ദം അല്ലെങ്കിൽ പ്രഷർ ഒക്കെ മാറിയാൽ പോലും അത് ടേക്ക് ഓഫ് എന്നത് തന്നെയാണ് ഏറ്റവും നിർണായകം. ഇവിടെ നമ്മൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ടേക്ക് ഓഫ് നടത്തി സെക്കൻഡുകൾക്കുള്ളിൽ ആണ് ഈ വിമാനം അപകടത്തിൽപ്പെട്ടത്, കത്തി അമർന്നത് എന്നതുകൊണ്ടാണ്. ഈ പിഴവാണോ എന്നത് ഉറപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. ഈ ടേക്ക് ഓഫ് സമയത്തുണ്ടാകുന്ന പിഴവുകൾ പൂർണ്ണമായും പൈലറ്റിൻ്റെ
പൈലറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിഴവുകൾ ആകണമെന്നില്ല. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ടെക്നിക്കൽ ആയി ഉണ്ടാകുന്ന പിഴവുകൾ, അത് ഒരുപക്ഷെ ആകാശമാർഗം സഞ്ചരിക്കുന്ന സമയത്തുണ്ടാകുന്ന പിഴവുകൾ അപകട സാധ്യത കുറയ്ക്കുന്ന പിഴവുകളാണ് എന്നും അത് പരിഹരിക്കാൻ സാധിക്കുന്ന പിഴവുകളായിരിക്കും എന്നുമാണ് ഈ രംഗത്തുള്ള വിദഗ്ധർ പറയുന്നത്. പക്ഷേ ടേക്ക് ഓഫ് സമയത്ത് ഉണ്ടാകുന്ന പിഴവുകൾ, അപ്രതീക്ഷിതമാകുന്ന പിഴവുകൾ വളരെ പെട്ടെന്ന് ബാലൻസ് ചെയ്യാൻ പൈലറ്റിന് സാധിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടത്, ഈ വിമാനത്തിൻ്റെ പൈലറ്റും സഹ പൈലറ്റും കൃത്യമായ എയർ ടൈമിങ്ങിലൂടെ, അതായത് വിമാനം പറത്തി മണിക്കൂറുകളോളം വിമാനം പറത്തി എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരുന്നു എന്നത് തന്നെയാണ്. എന്നിട്ടും എങ്ങനെയാണ്, സാധാരണ നമുക്കറിയാം വിമാനത്തിൻ്റെ കാറ്റഗറി, സ്വഭാവം, യാത്രയുടെ സ്വഭാവം ഒക്കെ പരിഗണിച്ചാണ് ഇത്തരത്തിൽ അസൈൻ ചെയ്യപ്പെടുക, അതായത് പൈലറ്റുമാരെ അസൈൻ ചെയ്യപ്പെടുക. ഈ വിമാനാപകടം ഉണ്ടാകുമ്പോൾ അങ്ങനെ പൈലറ്റിനെയൊക്കെ അസൈൻ ചെയ്തതിലൊന്നും ഒരു പിഴവും കണ്ടെത്താനില്ല. കാരണം വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റുമാർ തന്നെയായിരുന്നു വിമാനം നിയന്ത്രിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പിഴവാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാനാവില്ല. ഒന്നുകിൽ